പാരന്റ്സ് രണ്ടുപേരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടി ഒരു ഓർഫനായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? യെസ്. ഇന്ന് കാണുന്ന പല വീടുകളിലും കുട്ടികൾ ഓർഫൻഡായി പോവാണ്. അതായത് ആരും ഇല്ലാത്തവരായി പോവാണ്. അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഓർഫൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ഡിജിറ്റലി അറ്റാച്ച്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും സ്ക്രോൾ ചെയ്യാത്തൊരു ദിവസം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ ഓക്കെയാണ്, നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കുട്ടികളിൽ ഈ ഓവർ ആയിട്ടുള്ള സ്ക്രീൻ ടൈം കൂടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അൺഗൈഡഡ് ആയിട്ട്, അതായത് അവരെ ഗൈഡ് ചെയ്യാത്ത വെറുതെ ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുമ്പോഴാണ് അത് ഡിജിറ്റൽ ഓർഫനായിട്ട് മാറുന്നത്. അതായത് ആരാരും നോക്കാനില്ലാത്തൊരു കുട്ടി, ഡിജിറ്റലി മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു കുട്ടി. ഇതിന്റെ പ്രശ്നങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒരു ഇമോഷൻസോ ഫീലിങ്സോ ഒന്നിനോടും ഒരു ഇതുണ്ടാവില്ല. പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി കിട്ടിയാലല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമല്ല, പലപ്പോഴും പല വീടുകളിലും ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ വേണ്ട, ഇന്റർനെറ്റിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും യൂസ് ചെയ്യാൻ കൂടുതൽ കുട്ടികൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തോ ഒരു സൂപ്പർ പവർ ഉള്ള പോലെയാണ് അവർ കൺസിഡർ ചെയ്യുക. അതിനൊരു പ്രധാന കാരണം പാരന്റ്സ് തന്നെയാണ്. അവരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇതെങ്ങനെയാ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, അവനെ അറിയുള്ളൂ, അവൻ നല്ല അടിപൊളിയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആള് തന്നെ പെട്ടെന്ന് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താ പറയാ, ഇമോഷണലി പുറത്തേക്ക് വരാനോ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാണ്ട് അവർ ആ ഒരു 4 ചുവരിനുള്ളിൽ തളയ്ക്കപ്പെട്ടു പോവാണ്. പലപ്പോഴും കുട്ടികൾ സംസാരിക്കാൻ വരുമ്പോഴും നമ്മൾ സ്ക്രീൻ നോക്കി നമ്മൾ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴൊക്കെ അവരുടെ ഫീലിങ്സ്, അവരുടെ സന്തോഷങ്ങൾ എല്ലാം നമ്മൾ കാണാണ്ട് പോവാണ്. അപ്പോൾ കുറച്ചു നേരം നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കൂ, അവരെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യൂ, അവരെ ഒരു ഓർഫൻ ആക്കി വിടാതിരിക്കുക.